നമസ്കാരം. 2026 T20 ലോകകപ്പ് നേരിടുന്നതിൽ തന്നെ പ്രധാന പങ്ക് വഹിച്ച താരമാണ് നമ്മുടെ എല്ലാവരുടെയും അഭിമാനം, പ്രത്യേകിച്ച് മലയാളികളുടെ അഭിമാനമായ സഞ്ജു സാംസൺ. സഞ്ജുവിന്റെ കാര്യങ്ങൾ ഓരോ തവണ വാക്കുകളിൽ നിൽക്കുമ്പോഴും എല്ലാവർക്കും അത് ഓർമ്മ വരുന്നുണ്ട്. 2026 T20 ലോകകപ്പ് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും തന്നെ പറയുന്ന ഒരു കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് മറക്കാൻ സാധിക്കാത്തത് സഞ്ജുവിന്റെ ഏറ്റവും വലിയ പ്രകടനവും നിർണായകമായ 3 മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി നേടി അതിലൂടെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആവുകയും ചെയ്ത താരം കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു. എന്നാൽ ഇന്ന് സഞ്ജു ഇന്ത്യൻ ടീമിലില്ല. അവസാനം കളിച്ച 3 മത്സരങ്ങളിൽ പരാജയപ്പെട്ടതോടെ ഇന്ത്യൻ സെലക്ടർമാർ സഞ്ജുവിനെ സിംബാബ്വെ പര്യടനത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. വളരെ വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്. 1-2 കളികൾ മാത്രം നമുക്ക് മികച്ചതാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ കളികൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളെങ്കിൽ അവർ ഇതുപോലെ കണ്ണടയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ അവർക്ക് മുന്നിൽ ഇതിനു മുൻപ് ഫോമിൽ കളിച്ച ഒരാളെ, ടീമിനെ ജയിപ്പിക്കാൻ ഒരു വേൾഡ് കപ്പ് തന്നെ നേടിത്തരാൻ കാരണമായ ഒരാളെ ഉപേക്ഷിക്കാൻ തോന്നുന്നൊരു മനസ്സ്, അല്ലെങ്കിൽ അത്തരമൊരു പ്രക്രിയ അതുകൂടി നമ്മളിപ്പോൾ കാണുന്നുണ്ട്. സഞ്ജുവിന്റെ കാര്യത്തിൽ എല്ലാ കാലത്തും അവഗണനയാണ്, എല്ലാവരും നൽകുന്നത് അവഗണനയാണ്. പലരും പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അവഗണന മാത്രമാണ് എല്ലായിടത്തും സഞ്ജുവിനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും ഇത്തരത്തിൽ വാക്കുകൾ കൊണ്ട് നിറയ്ക്കുമ്പോഴും ഇത്തരത്തിൽ പറയുമ്പോഴും സഞ്ജുവിന് കിട്ടുന്ന അവഗണനകൾ എന്നും കൂടി തന്നെയാണ് വരുന്നത്. താരത്തിന് പകരം വൈഭവ് സൂര്യവംശിക്കാണ് അവസരം ലഭിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ സഞ്ജുവിനെ പുറത്താക്കിയതിനെ കുറിച്ച് പലരും സംസാരിച്ചതിന്റെ കൂട്ടത്തിൽ എല്ലാവരും എടുത്തു പറയുന്നത് മുൻ പാകിസ്ഥാൻ താരമായിട്ടുള്ള ഷൊഹൈബ് അക്തറിന്റെ കാര്യമാണ്. ഇന്ത്യൻ സെലക്ടർമാർ എന്താണ് ഈ കാണിക്കുന്നത്? 5-6 ലോകകപ്പുകളിൽ വട്ടപൂജ്യമായ താരങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാന് വേണ്ടി കളിക്കുന്നത്. എന്നാൽ 3 മത്സരങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് സഞ്ജുവിനെ പോലൊരു വലിയ താരത്തെ പുറത്താക്കി എന്ന് പറയുമ്പോൾ അത്ഭുതമാണ് എനിക്ക് തോന്നുന്നതെന്ന് ഷൊഹൈബ് അക്തർ പറഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റിൽ ടീമിൽ തന്നെ 3 ഫോർമാറ്റുകളിലും ഒരുപോലെ പ്രാധാന്യമുള്ള ഇന്ത്യൻ പേസറാണ് ജസ്പ്രീത് ബുംറ. ബുംറയും കാണാനില്ല. തുടർച്ചയായ പരിക്കുകളെ തുടർന്ന് പല മത്സരങ്ങളിൽ നിന്നും താരത്തെ മാറ്റി നിർത്തുകയും കടുത്ത ആശങ്ക ടീമിന് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബുംറയെ പോലെ തന്നെ ഷമിയെയും കാണാമില്ല. ഇവരൊക്കെ തന്നെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീമിന് ആവശ്യകരമായ ഒരു കാര്യം തന്നെയായിരുന്നു. ബുംറയെ മാറ്റി നിർത്തുന്നത് പരിക്ക് കാരണമാണെങ്കിൽ ഷമിയെ പല കാരണങ്ങൾ കൊണ്ട് മാറ്റി നിർത്തുന്നുണ്ട്. ഭുവനേശ്വർ കുമാർ, മുഹമ്മദ് ഷമി തുടങ്ങിയ പേരുകൾ ഉയർന്നിട്ടുണ്ടെങ്കിലും BCCI അവരെയും പരിഗണിച്ചില്ല, അല്ലെങ്കിൽ അവരെ പരിഗണിക്കാൻ അവരൊരു നയം പോലും വ്യക്തമാക്കിയില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിനു പകരം അവർ ഇറക്കിയത് പുതുമുഖമായിട്ടുള്ള ഔഖിബ് നബിയാണ്. മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള മുഹമ്മദ് ഷമിയുടെ പേര് എന്തുകൊണ്ട് ഒഴിവാക്കി എന്നതും അടുത്തൊരു ചോദ്യമായി തന്നെ നിൽക്കുന്നു. ഇവരൊക്കെ എന്ത് വെച്ചിട്ടാണ് തീരുമാനിക്കുന്നത്, എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്? ഇത്തരമൊരു ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചുറ്റും നിൽക്കുന്നുണ്ട് എന്നത് സത്യമാണ്. ഓരോ തവണയും ഇത്തരത്തിൽ വാക്കുകൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ 2023 ശേഷം അദ്ദേഹം കളിച്ചിട്ടില്ല, അതായത് ഷമി കളിച്ചിട്ടില്ല എന്നതാണ് പ്രധാനമായി പറയുന്നത്. സഞ്ജുവിന്റെ കഴിഞ്ഞ കളികൾ 2-3 കളികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഫോം ഔട്ട് ആണ് എന്നത് അദ്ദേഹത്തിന് വയ്ക്കുന്ന ന്യായം. ബുംറയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ പരിക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ 3 പേരുടെ പേരത്തിന് ഓരോ ന്യായം ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും തന്നെ അതേവരെ ടീമിൽ എടുക്കാതിരിക്കാനുള്ള ന്യായമായി കാണുന്നില്ല. ബുംറയുടെ പരിക്ക് മാറും, അല്ലെങ്കിൽ സാരമായിട്ടുള്ള പരിക്കാണോ അല്ലെങ്കിൽ വലിയ പരിക്കാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കളിക്കാൻ ശ്രമിക്കാൻ പറ്റും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എന്നാൽ അതുപോലും അവർ തയ്യാറാകുന്നില്ല, പറയാനും തയ്യാറാകുന്നില്ല.